ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പാർട്ടിലൂടെ നമ്മൾ HTML ഫോം ടാഗിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫോം ടാഗും അതുപോലെ തന്നെ ഫോം കൺട്രോൾസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോം കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റൊക്കെ സാധാരണ വെബ്സൈറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ലോഗിൻ ഫോം അതുപോലെ തന്നെ രജിസ്റ്റർ ഫോം പല ഡാറ്റാസ് നമ്മൾ വെബ്സൈറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഓരോ ബോക്സ്, അതായത് പാസ്വേഡ് ഇൻസേർട്ട് ചെയ്യാനൊരു ബോക്സ്, ടെക്സ്റ്റ് നമ്മൾ നെയിം ഇൻസേർട്ട് ചെയ്യാനൊരു ബോക്സ്, അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് ടെക്സ്റ്റ്, നമ്പർ, മൊബൈൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ്, അങ്ങനെ ഇൻപുട്ട് ബോക്സസ് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു ലോഗിൻ ഫോമും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ലോഗിൻ ഫോം അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു രീതിയിലുള്ള ലോഗിൻ ഫോമും അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടാഗ് കൂടി പഠിക്കുന്നുണ്ട്. ടാഗല്ല, ജസ്റ്റ് ഒരു സംഭവം കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ തന്നെ ഈ ഒരു പാർട്ട് 1ഉം 2ഉം 3ഉം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ആ ബാക്കിയുള്ള പാർട്ടൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോൾഡർ ക്രിയേഷൻ ആണ്. എല്ലാ ആൾക്കാരും ഇന്ന് തന്നെ, അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്ന മെയിൻ ഫോൾഡറിനകത്ത് പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അക്കോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ അക്കോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യമായി തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്തിട്ട് ഫസ്റ്റ് ഫയൽ, അതായത് index.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഫയൽ സേവ് ചെയ്യണം. അതിനായിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, സേവ് എസ് കൊടുക്കുക, അതിനുശേഷം സെലക്ട് ഫോൾഡർ കൊടുക്കുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പാത്ത് കൊടുക്കുക. ജസ്റ്റ് ആഡ് പാത്ത് ഇല്ല, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പാത്ത് കൊടുക്കുക. സെലക്ട് ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ്, അതല്ലെങ്കിൽ പാർട്ട് 4 എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ ഇന്ന് പാർട്ട് 4 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനത് വീഡിയോ കാണിക്കാത്തത് കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ അത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫോൾഡറിനകത്ത് ഈ ഒരു index.html എന്ന് പറയുന്ന ഫയൽ സേവ് ചെയ്തിട്ടാണ്. ഓക്കെ, പാത്ത് ആഡ് ആയതിനു ശേഷം പാർട്ട് 4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് സേവ് ചെയ്യാറ് കൊടുത്തിട്ട് index.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ നമ്മൾ ഈ ഒരു ഫോൾഡറിലോട്ട് ജസ്റ്റ് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ HTML5ൻ്റെ ബേസിക് ടാഗ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് HTML5 എന്നടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ നമ്മൾ ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുശേഷം ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ ടാഗ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി ടാഗിന് നമ്മൾ ഇന്ന് എന്തായാലും തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാർട്ട് HTMLൻ്റെ പാർട്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം CSSലോട്ട് നമ്മൾ കടക്കുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ സെൻട്രലായിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് വേണ്ടത്, അല്ലെങ്കിൽ സെൻട്രലായിട്ടാണ് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് എഴുതി കാണിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞാനൊരു സെൻറ്റർ ടാഗ് ആദ്യമേ തന്നെ വിളിക്കുന്നുണ്ട്. ലെസ് ദാൻ ഇട്ടു, സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഇട്ടു. അപ്പോൾ അത് ടാഗിൻ്റെ ഉള്ളിൽ വന്നു. ഇനി ഒരു സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു H1 ടാഗ് കൊടുക്കുകയാണ്. സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ H1 ടാഗ് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ, അതായത് H1 എന്ന് പറയുന്ന ടാഗ് സെൻറ്ററിലായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ H1 ടാഗ് കൊടുക്കുന്നത്. സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് സെൻറ്ററിലാണ് വരിക. അതുകൊണ്ട് തന്നെ സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ H1 ടാഗ് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് ACCOUNT. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണുമ്പോഴേക്കും ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ഇതിന് താഴെയാണ് നമ്മൾ ഇവിടെയാണ് ഫോം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് രജിസ്റ്റർ ഫോമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ടാഗ് വിളിക്കലാണ്. അതായത് FORM, ഫോം എന്ന് നിങ്ങൾ അടിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഫോം ടാഗ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും, മെത്തഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും, അതുപോലെ തന്നെ അക്സെപ്റ്റ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തേളാം. ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇപ്പോൾ. ജസ്റ്റ് അത് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെത്തേഡ് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ PHPയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതവിടെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഗെറ്റും പോസ്റ്റുമാണ് മെത്തേഡ് ഉള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് PHPയിൽ നോക്കാം. പിന്നെ ലോഗിൻ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജിലോട്ടാണ് റീഡയറക്റ്റ് ആവേണ്ടതെന്നാണ്, അല്ലെങ്കിൽ ഏത് ലിങ്കിലോട്ടാണ് റീഡയറക്റ്റ് ആവേണ്ടതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആക്ഷനകത്ത് നമ്മൾ PHP ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ആ ഒരു PHP ഫയലിനകത്താണ് നമ്മൾ ഈ ഒരു ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PHPയുടെ പാർട്ട് തുടങ്ങുമ്പോൾ പഠിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ HTML മാത്രമേ പഠിക്കുന്നുള്ളൂ, HTML ഡിസൈനിങ് മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ സെർവർ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ PHP ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. PHP ഡാറ്റാബേസും ഒക്കെ നമുക്ക് നോക്കാനുണ്ട്.
അപ്പം ആ ഒരു ടൈമിൽ അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോം ടാഗിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പേരടിക്കാൻ വേണ്ടിയിട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഴുതി കാണിക്കണം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്കൊരു ബോക്സ് വേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കാൻ വേണ്ടി പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് വേണം. അതിന് ശേഷമാണ് നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരേണ്ടത്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ലേബൽ എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ H1 H2 H3 ഒക്കെ ടാഗ് പഠിച്ചില്ലേ, ഹെഡിങ് ടാഗ്സ് പഠിച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വെറുതെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലേബൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് LABEL, ഓക്കെ, LABEL ലേബൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് അടിക്കുക. അപ്പോൾ 4 എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിച്ചു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ലേബൽ എന്ന് പറയുന്ന സാധനം ഏതിൻ്റെ ആണെന്നാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്വേഡിൻ്റെ ബോക്സിന് നമ്മൾ പാസ്വേഡിൽ നിന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പാസ്വേഡ് ബോക്സിൻ്റെ ആണ് ഈ ഒരു ലാബിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലത് അവിടെ നിന്നോട്ടെ, നമുക്ക് കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിമാണ്. നമുക്ക് നെയിമാണ് എഴുതേണ്ടത്. ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു കോളൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളൻ ഇട്ട് കൊടുക്കാം, ഇടാതിരിക്കാം, അല്ലെങ്കിൽ വേണ്ട കോളൻ വേണ്ട. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് സ്പേസ് വേണമെന്ന് വിചാരിക്കാം. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ലൈനിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, BR ടാഗ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് നമുക്കൊരു ലൈന് മുഴുവനായിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BR ടാഗ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു ജസ്റ്റ് സിംഗിൾ സ്പേസ് മാത്രം മതി, ഒരു സ്പേസ് മാത്രം നമുക്ക് വിടാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനാണ് നമ്മൾ ആംപർസാൻഡ് NBSP എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ, വെയിറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ തിയറി പറഞ്ഞാൽ ഒന്നും തിരിയില്ല. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാസ്വേഡ് ബോക്സ് നെയിം നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ നെയിമിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്കൊരു ബോക്സ് വേണം. അതായത് നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഒരു ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാബലിൻ്റെ താഴെ വന്നിട്ട് ഇൻപുട്ട് എന്ന് അടിക്കാം. ഓക്കെ, ഇൻപുട്ട് എന്ന് അടിച്ചതിന് ശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, കോളൻ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോളൻ ഇടുക. അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ടെക്സ്റ്റ് എന്നടിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും നെയിം ID വാല്യൂ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൽ നെയിം ID വാല്യൂ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബോക്സ് എനിക്ക് കുറച്ച് ഇങ്ങോട്ടാക്കണം. അത് കുറച്ച് വലത്തോട്ട് ഈ ഒരു ബോക്സ് കൊണ്ടുപോകണമെന്നുണ്ട്. ഈ നെയിം കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ സ്പേസേ ഉള്ളൂ. ആ സ്പേസ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപർസാൻഡ് NBSP എന്ന് പറയുന്നൊരു സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ ലാബിൽ കഴിഞ്ഞതിന് ശേഷം ലാബിൻ്റെ താഴെയായിട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ ബേസിക്കലി പഠിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ താഴെയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, നിങ്ങളൊരു വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഒരുമിച്ച് തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു താഴെ അതായത് എൻ്റർ അടിച്ചിട്ട് ഇവിടെ ആംപർസാൻഡ് ഇട്ടാണ്, ആൻഡിൻ്റെ സിമ്പിൾ ഇല്ല, അതാണ് ആംപർസാൻഡ്. അതിനുശേഷം NBSP എന്ന് അടിക്കുക. NBSP എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അത് കോപ്പി ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സ്പേസ് ഇടേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് തവണ നമ്മൾ NBSP എന്ന് അടിക്കുന്നത് സീനാണ്, കുറേ വട്ടം അടിക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വട്ടം അടിച്ചതിന് ശേഷം അത് കോപ്പി ചെയ്ത് വെക്കുന്നു, പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും നെയിം എന്നുള്ളതിന് ശേഷം കുറച്ച് ഒരു സ്പേസ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 സ്പേസ് കൂടി ഇട്ട് നോക്കാം, 2-3 NBSP കൂടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് അടിച്ചാൽ മതി. 2-3 NBSP കൂടി കൊടുത്തപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇങ്ങോട്ട് നീങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മൾ ഈ ഒരു CSS പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. കാരണം നമ്മൾ മാർജിൻ ലെഫ്റ്റ് കൊടുത്തിട്ട് ബോക്സ് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് 2-3 NBSP കൂടി കൊടുക്കുവാണ്. കാരണം ആ ഒരു ബോക്സ് കറക്റ്റ് സെൻറ്ററിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് 2 കൂടി കൊടുക്കാം. എവിടെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഇതിൻ്റെ ഓർഡറൊന്നും നമുക്ക് വിഷയമില്ല, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ക്രിയേറ്റ് അക്കൗണ്ട് താഴെ ഒരു BR കൂടി ഇട്ടിട്ട് കുറച്ചുകൂടി താഴോട്ട് വരുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ടാഗില്ലേ, സെൻറ്റർ ടാഗ് കഴിഞ്ഞിട്ട് ഞാനൊരു BR ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു BR വേണം, ഒരു BR കൂടി ഇട്ട് 2 BR ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും ക്രിയേറ്റ് അക്കൗണ്ടിന് മുകളിലും അതുപോലെ തന്നെ നമുക്ക് നെയിം അടിക്കാനുള്ള ബോക്സ് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ബോക്സ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തതായിട്ട് നമുക്ക് ബോക്സ് വേണ്ടത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സാണ്. അതിനായിട്ട് ഞാൻ ഒരു BR ടാഗ് ഇട്ട് കൊടുക്കുന്നു. ഒരു BR അല്ല, 2 BR ടാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 സ്പേസ് വിടാൻ വേണ്ടിയിട്ടാണ്, 2 ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 BR ടാഗ് ഇടുന്നത്. ഇനി നമുക്ക് മൊബൈൽ നമ്പർ, അതായത് ഒരു നമ്പർ വാല്യൂ ആണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ നമുക്ക് എന്തും എൻ്റർ ചെയ്യാം, പേരും എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമ്പേഴ്സും എൻ്റർ ചെയ്യാം. അതിനാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ മതി. അതായത് ടെക്സ്റ്റ് നമ്മളിങ്ങനെ ടെക്സ്റ്റ്, അതായത് ABCD എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പറ്റരുത്. പക്ഷേ മൊബൈൽ നമ്പർ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് നമ്പേഴ്സ് മാത്രമേ പറ്റേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫോമിനകത്ത് വന്നിട്ട് ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് കോളൻ ഇട്ടിട്ട് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നമ്പറാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഇൻപുട്ട് ടൈപ്പ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ശരിയാകും, നമുക്കൊരു ലേബൽ കൂടി കൊടുക്കണം, എന്നാൽ മാത്രമേ സംഭവം സെറ്റ് ആവുള്ളൂ. ആദ്യം നമുക്ക് ഇനി നമ്മൾ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മൊബൈൽ നമ്പറിന് ഒരു ലേബൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ മൊബൈൽ നമ്പർ എന്ന് എഴുതുവാണ്, അല്ലെങ്കിൽ മൊബൈലിന് എഴുതുവാണ്. മൊബൈലിന് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് നമ്പർ വിളിക്കുവാണ്. ഇൻപുട്ട് ടൈപ്പ് നമ്പർ നമ്മൾ വിളിക്കുവാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണുമ്പോഴത്തേക്കും മൊബൈൽ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നെയിം അതുപോലെ തന്നെ ABCD വാല്യൂസ് ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്പർ, വെറും നമ്പർ മാത്രമേ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു NBSP ഇല്ലേ, ഈ ലേബൽ കഴിഞ്ഞിട്ട് കുറച്ച് NBSP നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടും. ഓക്കെ, കുറച്ച് NBSP നമുക്ക് ഓക്കെ ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി കൊടുക്കാം. 2-3 കൂടി കൊടുക്കാം. ഓക്കെ, 2 കൂടി ആവശ്യമുണ്ടാവും. കുറച്ച് NBSP, നിങ്ങൾക്ക് എത്ര സ്പേസ് ആണോ വേണ്ടത് അത്ര NBSP നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത സാധനം കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു NBSP ഞാൻ കുറച്ച് കളയാം. എന്തായാലും ഞാനിത് മുഴുവനായിട്ട് കോപ്പി ചെയ്യാണ്, കാരണം നമുക്ക് ഇത്രയും സ്പേസ് ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നെയിമും മൊബൈൽ നമ്പറും അടിക്കാനുള്ള ബോക്സ് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് അടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇമെയിൽ ID അടിക്കാനുള്ള ഒരു ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ലേബൽ വിളിക്കുക, അല്ലെങ്കിൽ BR 2 BR ഇട്ട് കൊടുക്കണം കേട്ടോ. മറന്നു വരുത്, നമ്മൾ സ്പേസ് വിടണം, 2 BR ടാഗ് ഇടുക. അതിനുശേഷം ഇമെയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ലേബലിനുള്ളിൽ നമ്മൾ ഇമെയിൽ എന്ന് കൊടുക്കുന്നു. ഇമെയിൽ. ഓക്കെ, ഫോറിനകത്ത് എന്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇമെയിലിന് ഇവിടെ അടിക്കുമ്പോൾ 2 ഭാഗത്ത് വന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ PHP പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ലേബൽ ഞാൻ വിളിച്ചു. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് ഇമെയിലാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഇമെയിലിന് കൊടുക്കുന്നു. ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് കോളൻ ഇട്ടിട്ട് ഇമെയിലിന് നമ്മൾ കൊടുക്കുവാണ്. ഇമെയിലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ വർക്കാവാത്ത. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇൻപുട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇത് ഇമെയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സജഷനായിട്ട് @gmail.com @hotmail.com എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ @gmail.com എന്നൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് നമുക്ക് എഴുതി കാണിക്കും @gmail.com. ഇത് ഇമെയിലിൻ്റെ ബോക്സാണ്, അതുകൊണ്ട് തന്നെ @gmail.com ലാസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കാനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ഇമെയിൽ എന്നാണ് പേര് കൊടുത്തത്. ഇത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടില്ലേ, ടൈപ്പ് ചെയ്ത സാധനം ഇവിടെ കയറി വന്നതാണ്. അവിടെ ഇമെയിൽ ഇൻപുട്ട് എന്നൊക്കെ എഴുതി കാണിച്ചത് ഇമെയിലിന് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് അത് ഈ ഒരു ലാബലിന് ശേഷം കുറച്ച് സ്പേസ് വിടണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കുറച്ച് NBSP ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്തു. ഇത്രയും പോരാ, കുറച്ചും കൂടി വേണം. എന്നിട്ട് കുറച്ചൊന്ന് കുറക്കാം. ഒരു ഇത്ര NBSP നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോഴത്തേക്കും നെയിം അടിക്കാനുള്ള ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇമെയിൽ ID അടിക്കാനുള്ള ബോക്സിൽ ഇമെയിൽ IDയും കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഇൻപുട്ട് ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് 2 BR ഇട്ട് കൊടുക്കുന്നു. ലേബൽ വിളിക്കുന്നു. ലേബലിന് നമ്മൾ പേര് കൊടുക്കുന്നു. എന്താ കൊടുക്കുക? പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ലേബലിന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ലേബലിന് താഴെയായിട്ട് കുറച്ച് NBSP ഇട്ട് കൊടുക്കുന്നു. ഒരു ഇത്ര NBSP മതിയോ? ഇത്ര മതിയായിരിക്കും. ഓക്കെ, കുറച്ച് NBSP നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇൻപുട്ട് ടൈപ്പ് വിളിക്കാൻ വേണ്ടി പോവാണ്. ഇൻപുട്ട് ടൈപ്പ് വിളിക്കാനായിട്ട് നമ്മൾ പാസ്വേഡിൻ്റെ ഇൻപുട്ട് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കോളൻ പാസ്വേഡ് എന്നാണ് കേട്ടോ. അതായത് ഇൻപുട്ട് കോളൻ ഇടുക, പാസ്വേഡ്. ഇൻപുട്ട് കോളൻ പാസ്വേഡാണ് നമ്മുടെ ഇൻപുട്ട് ടൈപ്പിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇവിടെ പാസ്വേഡ് എന്ന് കഴിഞ്ഞിട്ട് കുറച്ചധികം സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് NBSP ഞാൻ കുറച്ച് കളയാം. അത്രയും സ്പേസ് ഈ ഒരു പാസ്വേഡ് കഴിഞ്ഞിട്ട് വേണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഞാൻ കുറക്കുവാണ്. ഓക്കെ, കുറച്ചുകൂടി സ്പേസ് കുറക്കാം. അതായത് നമ്മൾ ഈ പാസ്വേഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കുറച്ചധികം വലിപ്പം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ NBSP കൊടുത്തപ്പോൾ കുറച്ചധികമായിട്ട് വന്നിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാസ്വേഡാണ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് പാസ്വേഡിൻ്റെ ഇൻപുട്ട് ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഡോട്ടഡ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, നമ്മൾ സാധാരണ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് അങ്ങനെ തന്നെ എഴുതി കാണിക്കും. പക്ഷേ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് കാണില്ല, ഡോട്ടഡ് ആയിട്ട് മാത്രമേ വരുള്ളൂ. അതിനാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലായല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ടാഗ്, ആ ഫോം ടാഗ് പഠിച്ചു. ഫോം ടാഗിനകത്ത് നമ്മൾ ഇൻപുട്ട് ടൈപ്പ്, അതായത് ലേബൽ പഠിച്ചു. ആദ്യം ലേബൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലേബൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നെയിം, മൊബൈൽ, ഇമെയിൽ, പാസ്വേഡ് എന്നൊക്കെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് പഠിച്ചു. അതായത് ലേബലിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ടൈപ്പ്. അതിന് മുമ്പായിട്ട് നമ്മൾ NBSP എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ഒരു ഫോം ടാഗ് വിളിച്ചു. ഒരു ഫോം ടാഗിനകത്ത് നമ്മൾ ലേബൽ കൊടുത്തു. ലേബൽ എന്തിനാണെന്ന് മനസ്സിലായല്ലോ? നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ അങ്ങനെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് യൂസറിന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് NBSP അതായത് അറ്റിട്ടിട്ട് അല്ലെങ്കിൽ ആൻഡ് ഇട്ടിട്ട്, അറ്റല്ല ആൻഡാണ് കേട്ടോ, ആൻഡ് ഇട്ടിട്ട് NBSP എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയിമിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെയും ഇടയിൽ കുറച്ച് സ്പേസ് വേണമല്ലോ. അപ്പോൾ എത്ര സ്പേസ് വേണം അത്രയും നിങ്ങൾ ആൻഡ് NBSP എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എത്ര നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നോ അത്രയും സ്പേസ് നമുക്ക് വലത്തോട്ടേക്ക് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ NBSP എന്ന് പറയുന്ന ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പാണ്. ഓക്കെ, അതായത് ഇൻപുട്ട് ടൈപ്പ് നമ്മൾ ഈ ഒരു ലേബിൽ കൊടുത്തല്ലോ, നെയിം എന്നുള്ളത് അതായത് എന്ത് ബോക്സാണ് നമുക്ക് അവിടെ വേണ്ടതാണ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സാണ് കിട്ടുക. അവിടെ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്, പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം, അല്ലെങ്കിൽ നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം. അവിടെ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കിയ ഇൻപുട്ട് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് നമ്പറാണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് നമ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പറാണ് ഇവിടെ അടിക്കേണ്ടത്. അതായത് ടെക്സ്റ്റ് വേണ്ട, ABCD എന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് ആവശ്യമില്ല, വെറും നമ്പേഴ്സ് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പറാണ് അടിക്കുന്നത്, ഇൻപുട്ട് ടൈപ്പ് നമ്പറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇമെയിലാണ് ഇവിടെ വേണ്ടത്. അതായത് അവസാനമായിട്ട് @gmail.com അല്ലെങ്കിൽ @hotmail.com അങ്ങനെ @ ഇട്ടിട്ട് ഇമെയിൽ നമ്മൾ അടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡാണ്. പാസ്വേഡ് എന്തിനാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്, ആക്ച്വലി ഒരു ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്, എന്തും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഡോട്ടഡ് ആയിട്ട് മാത്രമേ വരുള്ളൂ. സെക്യൂരിറ്റി, അതായത് പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ പാസ്വേഡിൻ്റെ ടെക്സ്റ്റ് ബോക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഉണ്ട്. ബാക്കി എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും ഇന്ന് തന്നെ പോയിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരും. ആ ഒരു പാർട്ടിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാണ്ട് ഈ ഇൻപുട്ട് ടൈപ്പിൻ്റെ, അതായത് ഫോം ക്രിയേഷൻ്റെ തന്നെ സബ്മിറ്റ് ബട്ടൺ, അതായത് രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണും അതുപോലെ തന്നെ ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ ജസ്റ്റ് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് 2 ആക്കിയിട്ട് മാറ്റിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലായില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ടാസ്ക്, അതായത് ഇന്ന് ചെയ്യാനുള്ള ടാസ്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം.